ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അങ്ങനെ ഋഷികേശിൽ നമ്മൾ തേർഡ് ഡേയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നദിയൊക്കെ കടന്നിട്ട് ഗോവ ബീച്ച് കാണാനായിട്ടാണ്. ഗോവ ബീച്ച് കാണുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരുപാട് ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം അവിടെയൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഗോവ ബീച്ചിൽ പോകാമെന്ന്. ഋഷികേശിൽ വരുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഗംഗാനദി ഒന്ന് ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അത് നമുക്ക് രാംജൂല വഴിക്കോ പോവാം, അല്ലെങ്കിൽ നമുക്ക് ബോട്ട് വഴിക്കോ പോവാം. ഇപ്രാവശ്യം നമ്മൾ ബോട്ട് വഴിക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ രാംജൂല വഴിക്കേണ്ട വരും. ഇവിടെ നിന്ന് ബോട്ടിൽ പോകാനായിട്ട് ഒരാൾക്ക് 20 റുപ്പീസാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഫീ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റ്സ് കൂടുമ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു തീർത്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേക്കും ഉള്ളതുണ്ട്, അല്ലാതെ ഫുഡ് കഴിക്കുന്ന കുഞ്ഞു ഹോട്ടൽസും ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. വിൻ്റർ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഈ ഋഷികേശ് ഭാഗത്തേക്കൊക്കെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റാഫ്റ്റിങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ റാഫ്റ്റിംഗ് ഒക്കെ കാണാനായിട്ട്. വിൻ്റർ ജസ്റ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയൊരു സീസൺ സംഭവങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടും പിന്നെ ഹോളി കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയം നിൽക്കാണ്ട് തന്നെ നമ്മുടെ ബോട്ട് വന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. സേഫ്റ്റി ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവരതൊന്നും ഇടാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയപ്പോൾ തന്നെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിൽ പോകാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഈ നദിയുടെ കുറുകെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ വെയിലും കുറവായതുകൊണ്ട് തന്നെ ഇതിനുള്ളിലിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. ഒരു 8 മിനിറ്റ് നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രാവലായിരിക്കും ഇത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പോകുന്നത്. ഓൾറെഡി ഇതിൽ ഭയങ്കര തിരക്കായിട്ടാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പം അത്ര ഓഫ് സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഋഷികേശ് രാമേശ്വർ മന്ദിർ കാണാനായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടിലുള്ളതിൻ്റെ പോലെ തന്നെ ഇവിടെയും ഋഷികേശിനും ഒരു രാമേശ്വർ മന്ദിർ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണത്തിന് പോകുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് കുളിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ കരുതുന്നത്. അതായത് ഈ ഒരു പ്രാചീന കാലത്തുള്ള ഒരു ക്ഷേത്രമാണ്. പ്രാചീന രാമേശ്വര ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ശ്രീ ശങ്കരാചാര്യർ പിന്നെ ഇത് പുതുക്കി പണിതു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനൊരു വശത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോവ ബീച്ചും, വേറെ ഒരു വശത്തോട്ട് പോയി കഴിഞ്ഞാൽ പരമാർത്ഥ നികേതനിലുമാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് ഞാൻ ഈ വീഡിയോ കുറച്ച് ട്രിമ്മാക്കി കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രം നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റരുത് എന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാഫായിട്ട് ചുറ്റാനേ പറ്റുള്ളൂ. അവിടുന്ന് നമ്മൾ പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി നടന്നു. ഈ ചോട്ടിവാലയുടെ കുറേ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഉള്ള ഷോപ്സ് കാര്യങ്ങൾ, പിന്നെ ഇതേപോലെ സ്ട്രീറ്റ് ഫുഡ്സ്, അങ്ങനെ എല്ലാത്തിൻ്റെ ഷോപ്പും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് രുദ്രാക്ഷത്തിൻ്റെ മരം കാണാനാണ് കേട്ടോ. ഋഷികേശിൽ ഒരുപാട് സ്ഥലത്ത് രുദ്രാക്ഷത്തിൻ്റെ മരമുണ്ട്. പക്ഷെ അധികവും നമുക്ക് കാണാനായിട്ട് പറ്റുക ഈ പഞ്ചമുഖമായിട്ടുള്ള രുദ്രാക്ഷമായിട്ടാണ്. ഒറ്റമുഖമുള്ള രുദ്രാക്ഷം ഭയങ്കര റെയറാണ്. എത്രയോ വർഷം കൂടുമ്പോഴാണ് ഒരു മരത്തിൽ അത് കായ്ക്കുന്നത്. അങ്ങനെ നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ മരം കാണാനായിട്ട് പോയത് വേറൊരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്കാണ്. പ്രാചീൻ ഗദ്ദതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ് നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ മരം കണ്ടത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം അതൊരു ഗ്രീൻ കളറിലായിട്ടാണ്. പിന്നെ അത് പഴുത്തിട്ട് വീഴുന്ന ടൈമിലാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് കിട്ടുന്ന പോലത്തെ ആ രുദ്രാക്ഷം ഉണ്ടാവുക. അതിൽ തന്നെ റെയറായിട്ടാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള രുദ്രാക്ഷമൊക്കെ കിട്ടുക. ബാക്കിയെല്ലാം കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു കായ. അതിനുള്ളിലാണ് നമ്മൾ കാണുന്ന ആ ഒരു രുദ്രാക്ഷം ഉള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അവിടെ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഓതറൈസ്ഡ് ഷോപ്പിലോട്ടാണ്. അവിടെയാണ് നമുക്ക് ഒറിജിനൽ രുദ്രാക്ഷവും ഒറിജിനൽ കരിങ്ങാലിയുടെ ബ്രേസ്ലെറ്റ് മാലകളൊക്കെ കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് നമ്മൾ വിശന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിച്ചു. ഈ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടും. 50 റുപ്പീസാണ്. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കിട്ടും. ഇവിടെ നിന്നൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളിൽ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കാതെ ഇതുപോലുള്ള ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ്.
അവിടെ നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ. ഇവിടെ മുഴുവൻ ഭഗവത്ഗീതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഗീതാഭവൻ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. ചിത്രങ്ങളിലൊക്കെ തന്നെ ഭഗവത്ഗീതയുടെ അതിൻ്റെ ഷോർട്ട് ഫോംസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു ശാന്തതയോട് കൂടിയിട്ട് നമുക്കൊന്ന് കാണാനൊക്കെ പറ്റിയ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നേരെ ഗോവ ബീച്ചിലേക്കാണ്. ഗോവ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് മങ്കീസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ പൈപ്പിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. നമ്മൾ സാധാരണ നോർമലായിട്ട് കണ്ടുവരുന്ന മങ്കീസിൽ നിന്നും കുറച്ച് വേറൊരു സ്പീഷ്യസാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. പക്ഷേ ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണ്, പേഴ്സ് എല്ലാം തട്ടിപ്പറിച്ച് ഓടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഒരു ഗോവ ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ടൂറിസ്റ്റും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇവിടെ വരാറുണ്ട്. അടിപൊളി ഒരു പ്ലേസാണ്. ഇവിടുത്തെ വെള്ളത്തിന് തന്നെ ഒരു പ്രത്യേക കളർ ചേഞ്ച് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ മണലാണെങ്കിലും നല്ലൊരു വൈറ്റ് സാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും നല്ലതാണ്. ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന പ്ലേസാണ് ഋഷികേശ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് കൂടിയാണ് ഈ ഒരു ഗോവ ബീച്ച്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് സംഭവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടേക്ക് വരാറുണ്ട്. ഋഷികേശിലെ കെട്ടുകളിലുള്ള അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ആസ്വദിച്ച് ചില്ല് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് അടിപൊളി സ്ഥലമായിരുന്നു. ഋഷികേശിൽ ഉള്ള ആ ഒരു തിരക്കുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും മാറിയിട്ട് കുറച്ചൊന്ന് യോഗ അങ്ങനത്തെ മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നു. ഇവിടെ കുറേ ഫോറിനേഴ്സ് ആൾക്കാരൊക്കെ വന്നിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയാണ്. ഓവറായിട്ട് ക്ലീൻനെസ്സിൻ്റെ ഇഷ്യൂ ഇല്ലാത്തൊരു പ്ലേസാണ് കേട്ടോ ഋഷികേശ്. സാധാരണ നോർത്ത് ഏരിയയിൽ ഭയങ്കര ക്ലീനിനെസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സിറ്റിയാണ് ഋഷികേശ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കിട്ടോ. ഓൾറെഡി സബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.